ബഹിരാകാശ നിലയത്തിലേക്ക് ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ലയുടെ യാത്രയുടെ കാത്തിരിപ്പ് ഇനിയും നീളും. ശുഭാംശു അടക്കം 4 പേരെ വഹിച്ചുകൊണ്ടുള്ള ആക്സിയം സ്പേസിന്റെ ദൗത്യം വീണ്ടും മാറ്റിവെച്ചു. റോക്കറ്റിന് സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ദൗത്യം മാറ്റിയത്. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഏറെ ആകാംക്ഷയോടെ അഭിമാനത്തോടെ ഓരോ ഇന്ത്യക്കാരും കാത്തിരിക്കുന്ന ദൗത്യമാണ്. ഇന്നലെ കാലാവസ്ഥയാണ് പ്രതികൂലമായതെങ്കിൽ ഇന്നിപ്പോൾ റോക്കറ്റിന്റെ തകരാറാണ്. ഈ തകരാറ് പരിഹരിച്ചുകൊണ്ട് നാളെ തന്നെ ദൗത്യം ആരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ടോ കെനഡി സ്പേസ് സെന്റർ? അങ്ങനെ തന്നെയാണ് നമുക്ക് കരുതാനാകുന്നത്. കാരണം ഇന്നലെ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്നായിരുന്നു യാത്ര മാറ്റിവെച്ചതെങ്കിൽ ഇന്ന് അത് റോക്കറ്റിന്റെ തകരാറ് മൂലമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉടലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ശുഭാംശു ശുക്ല അടക്കമുള്ള 4 പേരുമായി നാളെ വൈകിട്ടോടുകൂടി ഈ ദൗത്യം ആരംഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ പ്രസിദ്ധമായ ലോഞ്ച് കോംപ്ലക്സ് 39A നിന്നാണ് ഈ ഡ്രാഗൺ പേടകവുമായി ഫാൽക്കൺ 9 റോക്കറ്റ് നാളെ വൈകിട്ടോട് കുതിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാസയുടെ മുതിർന്ന ആസ്ട്രോനോട്ട് പെഗ്ഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് മറ്റ് അംഗങ്ങൾ ഈ ഒരു ഇതിലുള്ളത്. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനാണെന്ന രാകേഷ് ശർമ്മയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ ആൾ കൂടിയാണ് ശുഭാംശു ശുക്ല. ഒപ്പം തന്നെ അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ആക്സിയം സ്പേസ് ആണ് ഈ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ISROയും ഒപ്പം തന്നെ ആക്സിയോവും നാസയും സ്പേസ് എക്സും തമ്മിലുള്ള കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിൽ വിവിധ കാര്യങ്ങൾ ഈ സംഘം പഠിക്കുകയും ചെയ്യും. യാത്ര 14 ദിവസമാണ് ഈ സംഘം അവിടെ തുടരുക. ഇവർ ഈ നിലയത്തിൽ തങ്ങി വിവിധ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യൻ പൗരനെന്ന ഒരു പൗരനാകാനും ഇതോടുകൂടി ശുഭാംശു ശുക്ലയ്ക്ക് സാധിക്കുകയും ചെയ്യും. എന്തായാലും നിലവിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് ISRO ചെയർമാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. കെനഡി സ്പേസ് സെന്ററിൽ അദ്ദേഹം ഉൾപ്പെടെയുള്ളവരുണ്ട്. നാളെ വൈകിട്ടോടുകൂടി ഈ തകരാറുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ദൗത്യം ആരംഭിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആര്യ, MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.